പണി ഇങ്ങോട്ട് തന്നെ നമ്മൾ തിരിച്ചും കൊടുത്തിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ തുർക്കിയുടെ എല്ലാ പ്രൊഡക്ട്സും സർവീസസും ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഏപ്രിൽ 26 നടന്ന പെഹൽഗാം അറ്റാക്കിൽ 26 ടൂറിസ്റ്റാണ് ടെററിസ്റ്റ് അറ്റാക്ക് മൂലം കൊല്ലപ്പെട്ടത്. ഈ ഒരു അറ്റാക്കിനെ ചൊല്ലിയുള്ള 4 ദിവസം നീണ്ട ഇന്ത്യ പാക് അറ്റാക്കിൽ തുർക്കിയുടെയും അസർബൈജാൻ്റെയും പങ്ക് ചെറുതല്ല. 350 മേലെ ഡ്രോണുകളും മിലിറ്ററി ഓപ്പറേറ്റീവ്സിനെയും അതുപോലെ തന്നെ മിലിറ്ററി വെപ്പൺസുമാണ് അവർ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാനായിട്ട് കൊടുത്തത്. പിന്നെ തുർക്കിഷ് അഡ്വൈസറീസ് പാകിസ്ഥാന് ആർമി ഒഫീഷ്യൽസിനെ ഇന്ത്യക്ക് നേരെയുള്ള ഡ്രോൺ അറ്റാക്കിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു. നമുക്കറിയാം അതിൽ 2 തുർക്കിഷ് മിലിറ്ററി ഓപ്പറേറ്റീവ്സ് കൊല്ലപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട്. ഇതിൽ നിന്നെല്ലാം തുർക്കി അസർബൈജാൻ ഇന്ത്യക്കെതിരാണെന്നും പാകിസ്ഥാന് സപ്പോർട്ടാണെന്നും ക്ലിയർ ആയിട്ട് വ്യക്തമാണ്. എന്തായാലും നമ്മൾ പണി തിരിച്ചു കൊടുത്തേ ശീലമുള്ളൂ. അതായത് ദി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് CIIT കംപ്ലീറ്റ് ബോയ്ക്കോട്ടാണ് ടർക്കിഷ് ആൻഡ് അസർബൈജാൻ ട്രാവൽസിനും ഗുഡ്സിനും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ടർക്കിഷ് ടൂറിസമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്നത്. ഇന്ത്യയിലെ ടൂറിസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസായി ഈസ് മൈ ട്രിപ്പ്, വിക്സിഗോയും കോക്സ് ആൻഡ് കിങ്സും ഒക്കെ തുർക്കിയിലേക്കുള്ള അല്ലെങ്കിൽ അസർബൈജാനിലേക്കുള്ള ടൂറിസം ഒക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. 2023 ഏകദേശം 3 ലക്ഷം ഇന്ത്യൻ ടൂറിസ്റ്റാണ് തുർക്കി വിസിറ്റ് ചെയ്തത്. 2 ലക്ഷം പേരാണ് അസർബൈജാൻ വിസിറ്റ് ചെയ്തത്. ഏകദേശം 4000 കോടി രൂപയാണ് തുർക്കി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യൻ ടൂറിസം വഴി മാത്രം സമ്പാദിച്ചത്. പിന്നെ ഇന്ത്യയിലേക്ക് വരുന്ന മാർബിൾസിൻ്റെ 70% മാർബിൾസും തുർക്കിയിൽ നിന്നാണ്. അതും ബോയ്ക്കോട്ട് ചെയ്യാനാണ് തീരുമാനം. പിന്നെ ആപ്പിൾ, വെജിറ്റബിൾ, സിമൻറ്റ്, കെമിക്കൽ, ഗോൾഡ്, ഗ്രാനൈറ്റ് തുടങ്ങിയ എല്ലാ പ്രൊഡക്ട്സും ബോയ്ക്കോട്ട് ചെയ്യുന്ന പോലെ നല്ലൊരു പണിയാണ് തുർക്കിക്കും അസർബൈജാനും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തുർക്കിയിലുള്ള എല്ലാ ഷൂട്ടിങ്ങും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അല്ല പിന്നെ നന്ദികേടല്ലേ അവർ കാണിച്ച്. 2023 ഫെബ്രുവരിയിൽ തുർക്കിയിൽ നടന്ന അതിഭീകരമായ ഭൂമി കുലുക്കത്തിൽ ഇന്ത്യയാണ് അവരെ ഏറ്റവും ആദ്യം ഹെൽപ്പായിട്ട് ചെന്നത്. ഇന്ത്യ അവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ ദോസ്ത് എന്നൊരു മിഷൻ ലോഞ്ച് ചെയ്യുകയും ഇന്ത്യൻ ആർമിയായിട്ടും റിലീഫ് മെറ്റീരിയൽസ് ആയിട്ടും മെഡിക്കൽ ഹെൽപ്പും ഒക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പാണ് അവർക്ക് കൊടുത്തത്. ഏകദേശം 7000 കോടി രൂപയാണ് ഇന്ത്യ അവർക്ക് വേണ്ടി ചിലവാക്കിയത്. എന്നിട്ട് നന്ദികേട് കാണിക്കാൻ നിൽക്കുന്നു. പോക്രിത്തരല്ല എന്താ, ഇതെന്തായാലും നല്ലൊരു പണിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഇന്ത്യ കാണിച്ച എന്തായാലും ശരി തന്നെയാണ്. ശരിയല്ലേ അല്ലേ എന്നുള്ളത് നിങ്ങൾ പറയുക. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ തുർക്കിഷ് അല്ല അസർബൈജാൻ പ്രൊഡക്ട്സ് എല്ലാം ബോയ്ക്കോട്ട് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക്